ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഞാൻ എത്തിയിരിക്കുന്നത് ഒരു മോരുകറിയുടെ റെസിപ്പിയുമായിട്ടുണ്ട്. വെറൈറ്റി മോരുകറിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു സവാള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി വലുത്, ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് തൈര്, 250 ml തൈരുണ്ട്. ഇതിൻ്റെ അരപ്പെന്ന് പറയുന്നത് ഒരു മുറി തേങ്ങ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4-5 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാനുള്ള ചട്ടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. മൂത്ത് വരട്ടെ. മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇടത്തര സവാളയാണ് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് കേട്ടോ. സവാള നല്ലപോലെ ഒന്ന് വാടി കിട്ടണം കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബർ ഒരിക്കൽ ചോദിച്ചതാണ് ഇങ്ങനെ സവോളയും തക്കാളിയും ഒക്കെ ഇട്ടിട്ടുള്ള മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിത് ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. സവാള, തക്കാളി, പച്ചമുളക് ഇതൊക്കെ ചേർത്തുള്ള മോരുകറിയാണ്. ഈ സവാളയാണ് നല്ലതുപോലെ വഴഞ്ഞിട്ടാണ്. ഒരു 4 പച്ചമുളകുണ്ട്, അതുകൊണ്ട് ഇട്ട് കൊടുക്കാം. നെടുകയാണ് കീറിയിട്ടുണ്ട് പച്ചമുളക്. രണ്ടും നല്ലതുപോലെ ഒന്ന് വഴന്ന് വരട്ടെ. ഇനി കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു വലിയ തക്കാളി നീളത്തിലൊന്നും ഇട്ടിരിക്കണം. ഇത് നല്ലപോലെ ഒന്ന് വഴന്ന് വെന്ത് കിട്ടണം. നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പൂടെ ചേർത്ത് ഇങ്ങനെ വേവിക്കാനായിട്ട് തക്കാളി വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. തക്കാളി നല്ലപോലെ വെന്ത് വരട്ടെ. തക്കാളി വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. തക്കാളിയൊക്കെ നല്ല വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് അരപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പൊക്കെ നല്ലതുപോലെ തിളച്ചൊന്ന് വെന്ത് വരട്ടെ. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അരപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ നമ്മളെ മോരുണ്ടല്ലോ, അതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ, അതൊഴിച്ചു കൊടുക്കുകയാണ്. ഉപ്പ് ലേശം കുറവാന്ന് തോന്നുന്നു, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കും. പിന്നെ തിളയ്ക്കേണ്ട കാര്യമില്ല, ഒന്ന് ചൂടായി വന്നാൽ മതി. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് ചെറുതായിട്ടൊരു തിളയെന്ന് വന്നാൽ നമുക്കിത് ഓഫ് ചെയ്യാം. ചെറിയ തിളയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കേട്ടോ. ഇനി അടുപ്പിലിരുന്ന് തന്നെ ഇതങ്ങ് ചൂടായിക്കോളും. അടിപൊളി ടേസ്റ്റിലുള്ള മോരങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.